നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സംഘർഷത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും വർദ്ധിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളനുസരിച്ച് ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ സൈനിക നടപടിക്ക് അമേരിക്ക സന്നദ്ധമാണെന്നാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാർ നീട്ടാൻ തനിക്ക് താൽപ്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വാഷിംഗ്ടൺ സമയം ബുധനാഴ്ച വൈകുന്നേരത്തോടെ വെടിനിർത്തൽ അവസാനിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കാതെ നിലവിലെ സാഹചര്യം തുടരാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ഇറാൻ കാർഗോ കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായെങ്കിലും പുതിയ സമാധാന ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും പാകിസ്ഥാനിലേക്ക് പ്രതിനിധികളെ അയച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്ക ഇപ്പോൾ വളരെ ശക്തമായ ചർച്ചാ സാഹചര്യത്തിലാണെന്നും ഇറാന് മുന്നിൽ മറ്റ് വഴികളില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. തങ്ങൾ ഈ സംഘർഷത്തിൽ വലിയ മാർജിനിൽ വിജയിക്കുകയാണെന്നും തന്ത്രപരമായും സൈനികമായും അമേരിക്ക കൈവരിച്ച നേട്ടങ്ങൾ ഇറാനെ ചർച്ചാമേശയിലേക്ക് വരാൻ നിർബന്ധിതരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മികച്ച കരാറിൽ മാത്രമേ താൻ ഒപ്പുവെക്കൂ എന്നും അത് ഇറാന്റെ ആണവ പദ്ധതികളെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലവിൽ ഇരുപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇതിനകം 27 കപ്പലുകൾ US നാവികസേന തിരിച്ചയച്ചു കഴിഞ്ഞു. ഈ ഉപരോധം മൂലം ഇറാൻ പ്രതിദിനം $500 ദശലക്ഷം സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ടെന്നും ഇതവർക്ക് താങ്ങാനാവില്ല എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. ഇറാൻ വ്യോമസേനയുടെ കരുത്ത് ചോർന്നതായും അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമല്ലാത്ത റൺവേകളിലേക്ക് മാറ്റപ്പെട്ടതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനിയൻ നേതൃത്വത്തിന്റെ നടപടികൾ കാരണം എണ്ണയുമായി നൂറുകണക്കിന് കപ്പലുകൾ അമേരിക്കൻ തീരങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും ഇവയിൽ ഭൂരിഭാഗവും ടെക്സസ്, ലൂസിയാന, അലാസ്ക തുടങ്ങിയ ഊർജ്ജ ഉപഭോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് എത്തുന്നതെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ കടുത്ത സാഹചര്യം ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച വ്യാപാരം ആരംഭിക്കുമ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം $94.58 എന്ന നിലയിലാണ് തുടരുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര യുദ്ധത്തിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ എന്തായാലും നിർണായകമാകും. എന്നിരുന്നാലും ബുധനാഴ്ച വൈകുന്നേരത്തിന് മുൻപ് ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ പ്രദേശം മറ്റൊരു വലിയ സൈനിക നീക്കത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിശക്തമാണ്. അമേരിക്കയുടെ പക്കൽ ശക്തമായ സൈനിക വിന്യാസവും വ്യക്തമായ തന്ത്രങ്ങളുമുണ്ടെന്ന് ആവർത്തിക്കുന്ന ട്രംപ് ഇറാന്റെ സാമ്പത്തിക തകർച്ചയും സൈനിക പരിമിതികളും മുൻനിർത്തി അവരെ കീഴടക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. പശ്ചിമേഷ്യയിലെ സമാധാനം ഇപ്പോൾ ഒരു നൂൽപ്പാലത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള ഓരോ നീക്കങ്ങളും. എന്തായാലും ട്രംപിന്റെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. ചർച്ചകളിൽ എത്തിയില്ലെങ്കിൽ തങ്ങൾ വെടി നിർത്തൽ കരാർ തുടരില്ല എന്നും വീണ്ടും ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്.